ഇന്ന് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാം. അപ്പോൾ ഇന്നലെ നൈറ്റ് എൻ്റെ ഫാമിലി എല്ലാവരും എത്തി. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. സോ അപ്പം നമ്മളിതാ ഇപ്പം ടൈം ഒരു 2:10. എനിക്ക് ഇന്ന് രാവിലെ കോളേജിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റിങ്സും കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ഫുഡും കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി. ലേറ്റായി. 4 മണിയോ അല്ലെങ്കിൽ 5 മണീന് മുന്നേ അവിടെ കോളേജ് റിപ്പോർട്ട് ചെയ്യണം. അപ്പം അതിന് മുന്നേ അവിടെ എത്തണം. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഒരു ഹായ് പറഞ്ഞോ. അച്ഛാ ഹായ്. ഷാലുമാമ ഹായ്. ഷാലുമാമൻ എല്ലാവർക്കും അറിയാം, എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. കുറെ കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഗൈസ്. പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മൂത്ത് ഹായ് പറ. മൂച്ച ഹായ്. ഋതു ഹായ്. അമ്മ ഹായ്. ഷാലുമാമ എന്തേ പറയാനുണ്ടോ? 2 വാക്ക് പറയും. മൂപ്പര് ഭയങ്കര ഡ്രൈവിംഗ് ആ. കിടലൻ ഡ്രൈവറാണ് ഗൈസ്. ഭയങ്കര ഡ്രൈവിംഗ് ആണ്. അപ്പം ഇതാണ് ഞങ്ങളെല്ലാരും ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളിത് അവിടെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം സമയം 5 മണി ആവാനായി. അപ്പം നമ്മൾ കയറി നോക്കട്ടെ. ഇവിടെ നമ്മളെ ചേർത്തൊരു ചേട്ടനുണ്ട്. അപ്പം ആ ചേട്ടനെ കാത്തു നിൽക്കുക. അപ്പം പുള്ളി വന്നിട്ട് നമ്മൾ കയറും. എന്നിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ മൺഡേ വരേണ്ടി വരും. നമ്മളവിടെ പോയി നോക്കിയപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന്. അപ്പം നാളെയല്ല, മൺഡേ രാവിലെ 10 മണിക്ക് വരാനാണ് പറഞ്ഞത്. അപ്പം 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഓൾറെഡി റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാം, റൂമും കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാൻ നേരത്തെ അവളെ റൂമൊക്കെ നോക്കാൻ പോയ ടൈമിൽ ആക്ച്വലി അവിടെ ഒരു വലിയ സീൻ നടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2nd ഫ്ലോറിലാണ് റൂമെന്ന്. അപ്പം 2nd ഫ്ലോറിൽ ആണെന്ന് വിചാരിച്ചിട്ട് ഇവർ റൂം എടുത്തതായിരുന്നു. അവിടെ ഓക്കെ പറഞ്ഞ് ഡെപ്പും എല്ലാം കൊടുത്ത് ക്ലിയർ ആക്കിയതായിരുന്നു. ബട്ട് ദെൻ ഇന്ന് പോയി നോക്കിയപ്പം ഓൾറെഡി ഇവളെ റൂംമേറ്റ്സ് ഒക്കെ സെറ്റ് ആയിരുന്നു. അവർ നാട്ടിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് നേരത്തെ പറയുമ്പം കഴിഞ്ഞ ആഴ്ച. അവര് ഈ റൂമിലല്ലായിരുന്നു, അവര് വേറൊരു സീനിയേഴ്സിന്റെ റൂമിലാണ് നിന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് പുതിയ ബിൽഡിംഗ്, അവിടെ ഹൗസ് വാമിങ് എന്നുകൊണ്ടായിട്ട് ഇന്നാണ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. സോ ദാറ്റ് അപ്പം ഇന്ന് അവര് പോയി നോക്കിയപ്പോൾ പറഞ്ഞു അവർക്ക് 2nd ഫ്ലോറിലല്ല റൂം കിട്ടിയത്, അവർക്ക് ഏറ്റവും മേളത്തെ റൂമാണ് കിട്ടിയേ. ഇവരെന്ത് ചെയ്തു? ചെറിയ പിള്ളേരല്ലേ, ചെറിയ മക്കളല്ലേ, ഇവരെ ഒന്നും നോക്കിയില്ല, സാധനങ്ങൾ ആ റൂമിലേക്ക് കയറ്റി വെച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ നോക്കിയപ്പോഴാണ് അറിയുന്നേ, ലൈക്ക് 4th ഫ്ലോറിലെങ്ങാണ്ട് റൂമുള്ള എന്നുവെച്ചാൽ ടെറസിൽ. 4th ഫ്ലോറിൽ റൂം എന്ന് പറയുമ്പം എങ്ങനെ ഈ കൊച്ചുങ്ങൾ കയറുക? അങ്ങനെ സ്റ്റെപ്പ് കയറാനുണ്ട്. എന്തായാലും ഇവരെ കൊണ്ട് പറ്റില്ല. ലൈക്ക് ഇത്രയും സ്റ്റെപ്പ് കയറി എത്തിച്ച ഭയങ്കര ബുദ്ധിമുട്ടാ. സോ ദാറ്റ് എന്താ അപ്പൊ അച്ഛനും അമ്മയും ഞാനൊക്കെ പറഞ്ഞു ഇല്ല 4th ഫ്ലോറിലാണ് റൂം എന്ന് വെച്ചാൽ പറ്റത്തില്ല. അതേപോലെ വീഡിയോയിൽ കണ്ട റൂം അല്ലായിരുന്നു.
അതിൽ വേറെ ഒരു ഏരിയ ഉണ്ടായിരുന്നു ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ. ആ ഏരിയ ഒന്നും ഇല്ല, മീൻസ് ആ ഒരു പാർട്ടേ ഇല്ലായിരുന്നു അവിടെ. സോ ദാറ്റ് ഞങ്ങൾ പറഞ്ഞു ഈ റൂം പറ്റത്തില്ല, പിന്നെ 4th ഫ്ലോർ എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പിന്നെയും റൂം ഏൽപ്പിച്ച പുള്ളിക്കാരനെ വിളിച്ചു സംസാരിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ പുള്ളി ഇവിടെ ഇല്ല, രാത്രിയാവും വരാൻ, പുള്ളി വേറെ അതോ അഡ്മിഷൻ ചെയ്യാൻ എന്തോ പോയതാണെന്ന്. അപ്പത്തെ ഫാക്ടേഴ്സ് ലൈക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോയി ഞങ്ങള്. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും ടെൻഷനായി പോയി. കാരണം ലൈക്ക് എന്തും വിചാരിച്ചിട്ട് നമ്മളാണെങ്കിൽ ഡെപ്പൊക്കെ കൊടുത്തും ചെയ്തല്ലോ. അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്താന്ന് വെച്ചാല് കുഴപ്പമില്ല, ഇവർക്ക് 2nd ഫ്ലോറിലേക്ക് മാറ്റി കൊടുക്കാം റൂം, നമ്മൾ കണ്ട റൂം തന്നെ സെറ്റാക്കി തരാന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു സമാധാനത്തിൽ നിന്നാ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ കുറച്ച് ഉള്ളോട്ടേക്കാണ് റൂം ഇവിടെ. അപ്പൊ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് വന്ന് ഇവിടെ ഒരു തലശ്ശേരി കഫേ കണ്ടോ, നിങ്ങൾ കണ്ടായിരുന്നു, ബാക്കിൽ കണ്ടോ, ഞാൻ ഫോക്കസ് ചെയ്തുതരാം, കണ്ടോ, തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ വന്നു, ഞങ്ങൾ ചായ കുടിച്ചു, അങ്ങനെ ഇവിടെ ഇരിക്കുക. ഇപ്പോഴാണ് ഞാൻ ഒന്ന് ലൈക്ക് കൂളായത്. അതാ ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. നേരത്തെ എനിക്ക് വ്ളോഗ് ഒന്നും മറന്നുപോയി, കാരണം ടെൻഷനായി പോയി. ലൈക്ക് ഇവര് 4ാമത്തെ ഫ്ലോറിലൊക്കെ കയറി എങ്ങനെയാ, ലൈക്ക് ഞങ്ങൾ തന്നെ കയറിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോയി. അപ്പൊ ഈ മക്കൾ എങ്ങനെ കയറും? ഇവര് കയറിയ മക്കളാണെങ്കിൽ ലൈക്ക് അവര് ലൈക്ക് കുട്ടികളല്ലേ, എന്ത് പറയാനാ. നമ്മൾ വന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ അങ്ങനെ ഫൈനലൈസ് ചെയ്ത് ഇവര് പറഞ്ഞു ഞങ്ങള് ഫ്ലോർ മാറ്റിത്തരാം, ഞങ്ങള് വീഡിയോ കണ്ട റൂം തന്നെ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ ആ ഒരു ഇതിൽ ഇരിക്കുക സമാധാനത്തില്. ഇനി പോയിട്ട് വേണം, ആ റൂമിലാണെങ്കിൽ ഇവിടെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു കൊടുക്കണം, ഒക്കെ റെഡിയാക്കണം. പിന്നെ ഞങ്ങക്ക് എന്തായാലും വേറെ എവിടെയെങ്കിലും റൂം നോക്കണം. ഇവിടെ അടുത്തെവിടെയും റൂംസ് ഇല്ല എന്നാ പറഞ്ഞത്. കാരണം ഇതൊരു കുറച്ച് ഉള്ളോട്ടേക്കാ. ഐസി കോളേജ്, ഐസി ബിസിനസ് കോളേജോ ബിസിനസ് സ്കൂളോ അങ്ങനെ എന്താണ് ഇവിടെ കോളേജിന്റെ പേര്. സോ ദാറ്റ് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് നമ്മളിനി റൂം എടുക്കണമെങ്കിൽ മടിവാളയോ അവിടെ പോകേണ്ടി വരും. അതാണ് ഗൈസ് പ്രശ്നം. എന്താണ് ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി ഗൈസ്. ചായ കുടിച്ച് ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഏൽപ്പിച്ച ലൈക്ക് അഡ്മിഷൻ ചെയ്ത 2-3 ആൾക്കാരുണ്ട്, അവരുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ അവരുടെ കൂടെ ഒക്കെ സംസാരിച്ച് അവരിപ്പോ പറഞ്ഞതാണ് ഇപ്പൊ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അതെന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പൊ കർണാടകയിലൊക്കെ നമ്മൾ എവിടെ എന്ത് സെറ്റാക്കി കഴിഞ്ഞാൽ അവർ പൈസ കിട്ടുന്നവർ അവർ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ലൈക്ക് അവരുടെ സ്വഭാവം അങ്ങ് മാറും പെട്ടെന്ന്. ഇത് ഈ കുട്ടിക്ക് ഈ എന്താ പറയാ മേളത്തെ ഫ്ലോറിലെ 4th ഫ്ലോറിലൊക്കെ ടെറസിലെ ഫ്ലോറിലൊക്കെ റൂം കൊടുത്താൽ ലൈക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഇവളെ റൂംമേറ്റ്സ് 2 ആളും ഓൾറെഡി അവിടെ എത്തി. അവരെ പാരന്റ്സ് കഴിഞ്ഞ ആഴ്ച വന്ന് പോയതാ. അപ്പോഴും കാണിച്ചു കൊടുത്ത 2nd ഫ്ലോറിലാ അവരെ റൂം കാണിച്ചു കൊടുത്തേ, മനസ്സിലായോ? അപ്പൊ എന്നിട്ടാണ് അവർ ഓക്കെ പറഞ്ഞതും ഒരുണ്ടമ്മേ, അവർ ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ആ റൂം കണ്ടിട്ടാ ഓക്കെ പറഞ്ഞേ. അപ്പൊ അവസാനം ഇങ്ങനെ കൊണ്ടിട്ടാൽ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ആരും വരാനുണ്ടാവില്ല, കുട്ടികളല്ലേ, കുട്ടികൾ സംസാരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇവർക്ക് ഇത് കൊടുത്തേ. അപ്പോഴാണ് നമ്മൾ വരുന്നത്. അപ്പൊ നടക്കത്തില്ല പറഞ്ഞുകൊണ്ട് ഇവര് ഫ്ലോർ മാറ്റിത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് അത്രയേ ഉള്ളൂ. ഇനി ഞാന് അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് വ്ളോഗ് എടുക്കാം. പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പം അവിടെ പിന്നെ റൂമിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. സോ ദാറ്റ് ഫൈനൽ ഡിസിഷൻ എന്താ വെച്ചാൽ പി ജിയിലേക്ക് മാറാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പി ജിയിലാക്കാന്നുള്ള ഡിസിഷനാണ്. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഇപ്പം ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് നാളെ രാവിലെ ആക്കുന്നു. ആൻഡ് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നേരത്തെ ചായ കുടിക്കാൻ വന്ന സ്ഥലത്ത് തന്നെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അമ്മയ്ക്ക് ക്യാമറ പേടിയായിട്ട് അങ്ങോട്ടേക്ക് മാറിയിരുന്നു ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന് ഞാനൊരു അൽഫാം ഓർഡർ ചെയ്തു. ഇവര് പൊറോട്ടയോ പിന്നെ ഗോബി മഞ്ചൂരിയൻ എനിക്ക് ഓർഡർ ചെയ്തു. ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഫുഡും കഴിച്ച്
റൂമിൽ പോവും, കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവസാനിക്കുന്നതാണ്. ബിക്കോസ് പിന്നെ ഇന്നിനി വേറെ ഒന്നുമില്ല, കിടന്നുറങ്ങൽ മാത്രമേ ഉള്ളൂ. നാളെ ആയിരിക്കും പുറത്തേക്കൊക്കെ പോവുക. അതാണ് അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പം ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുക. കാരണം ഇത് പാർട്ട് 2 നിങ്ങൾക്ക് ഞാൻ നാളെ വേറെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ നിർത്താം. എനിക്കറിയില്ല എത്ര ലെങ്ത് ഉണ്ട് കാര്യങ്ങളൊന്നും. സോ അപ്പോൾ പാർട്ട് 1 ഇവിടെ അവസാനിക്കാൻ പാർട്ട് 2 വരും. അവിടെ കോസ്റ്റ് കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോവാറുണ്ട്, വേറെ ഒന്നുമില്ല. സോ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ദാറ്റ്. ആൻഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പാർട്ട് 2 കാണാം. ഓക്കെ, till then stay tuned for my part 2 video. Okay.